നോട്ട് ജസ്റ്റ് വിമൻ, മെൻ ഹാവ് പ്രൈഡ് ആൻഡ് ഡിഗ്നിറ്റി ടു. ഇത് വിഖ്യാതനായ നടനും സംവിധാനവുമായിട്ടുള്ള ബാലചന്ദ്രൻ മേനോന് 2024 സെപ്റ്റംബറിൽ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ട്, അതായത് നടി കൊടുത്ത കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട്, സ്ത്രീ വിഷയമായ കംപ്ലൈൻറ്റുമായി ബന്ധപ്പെട്ട് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തുകൊണ്ടുള്ള ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ്റെ, അതായത് ഹൈക്കോടതി ജസ്റ്റിസ് ആയിട്ടുള്ള PV കുഞ്ഞികൃഷ്ണൻ്റെ വിധിയിൽ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. ഇനി ഒന്നുകൂടി വായിക്കാം. Merely because a woman files a complaint, the police cannot blindly accept it and proceed against the accused. Nor is there a presumption that her version is the gospel truth in all cases. ഇത് നൗഷാദ് എന്ന വ്യക്തിക്ക് സ്ത്രീ സംബന്ധമായ കേസിൽ ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തുകൊണ്ടുള്ള ഇതേ ജഡ്ജിയുടെ ഒബ്സർവേഷൻസ് ആണ്. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ ധാരാളം ഒബ്സർവേഷൻസ് ഈ ജഡ്ജി പറഞ്ഞിട്ടുണ്ട്. ഈ നൗഷാദിൻ്റെ കേസിൽ ഈ വിധി പറയുമ്പോൾ, അതായത് നൗഷാദിന് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തുകൊണ്ട് ഇദ്ദേഹം വിധി പറയുമ്പോൾ ധാരാളം ഒബ്സർവേഷൻസ് ഇയാൾ കൊടുത്തിട്ടുണ്ട്. ഇദ്ദേഹം അതിലേക്ക് നമുക്ക് പോവാം. പക്ഷെ അതിന് മുമ്പ് എന്താണ് നൗഷാദിൻ്റെ കേസ് എന്ന് പറഞ്ഞിട്ട് പോവാം. കണ്ണൂരിലൊരു ഇടത്തരം ഫേമിൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് നൗഷാദ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ അതേ ഫേമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റ് ആയിട്ട് ജോലി ചെയ്യുന്ന സ്ത്രീയാണ് പരാതി കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ സ്ത്രീയെ കഴിഞ്ഞ ജനുവരിയിൽ കസ്റ്റമേഴ്സിനോടുള്ള മോശം പെരുമാറ്റം മാത്രമല്ല ഇൻഎഫിഷ്യൻ്റ് ആണെന്നുള്ള റീസൺ പറഞ്ഞുകൊണ്ട് നൗഷാദ് എന്ന് പറഞ്ഞ മാനേജർ, അതായത് ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള വ്യക്തി പുറത്താക്കിയിട്ടുള്ളതാണ്. അപ്പോൾ തന്നെ അവിടെ വെച്ച് ഭയങ്കര ആക്രോശമൊക്കെ നടത്തി വൈരാഗ്യം പ്രതികാരം ചെയ്യുന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടൊക്കെയാണ് ഈ സ്ത്രീ അവിടുന്ന് ഇറങ്ങിപ്പോയത്. പിന്നീടാണ് കഴിഞ്ഞ ഡിസംബറിൽ, അതായത് 2024 ഡിസംബറിൽ എന്നെ കയ്യിൽ പിടിച്ച് വലിച്ചു, അത് ലൈംഗിക ചൊവ്വയോടെയാണ് കൈ പിടിച്ച്, സെക്ഷൽ ഇൻറ്റൻസിറ്റിയോട് കൂടി കൈ പിടിച്ച് വലിച്ചു, അവിടെ ഇവിടെയൊക്കെ തൊട്ടു എന്നൊക്കെയുള്ള പരാതിയിൽ ഈ സ്ത്രീ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിനെതിരെയാണ് ഹൈക്കോടതിയിൽ നൗഷാദ് എന്ന് പറഞ്ഞ വ്യക്തി ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് വേണ്ടി പോയത്. അപ്പോൾ നൗഷാദിൻ്റെ ആ വിധി, അതായത് ആൻറ്റിസിപ്പേറ്ററി ബെയിൽ ഗ്രാൻഡ് ചെയ്തുകൊണ്ടുള്ള ആ വിധി പ്രസ്താവത്തിൽ ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണൻ പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതിനു മുമ്പ് ഞാൻ പറഞ്ഞ പോലെ ബാലചന്ദ്രൻ മേനോന് ബെയിൽ കൊടുത്തുകൊണ്ടുള്ള, ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തുകൊണ്ടുള്ള ഇതേ സമാനമായ കേസിൽ PV കുഞ്ഞികൃഷ്ണൻ എന്ന ജസ്റ്റിസ്, ഹൈക്കോടതി ജസ്റ്റിസ് പറഞ്ഞിട്ടുള്ള ഒബ്സർവേഷൻസ് ആണ്. അപ്പോൾ ഈ നൗഷാദിൻ്റെ കേസിൽ വീണ്ടും അദ്ദേഹം കൂടുതൽ ഒബ്സർവേഷൻസ് എല്ലാം നടത്തിയിട്ടുണ്ട്. ഓരോന്നായിട്ടൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഒന്ന്, ഫേക്ക് അസൾട്ട് കേസുകൾ, അതായത് ഫേക്ക് സെക്ച്വൽ അസൾട്ട് കേസുകൾ കേരളത്തിൽ ധാരാളമായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് വ്യാപകമായി അതിൻ്റെ തോത് വർദ്ധിക്കുന്നു എന്നുള്ളൊരു ഒബ്സർവേഷൻ ഇദ്ദേഹം ഇത് ജഡ്ജ്മെൻറ്റിൽ നടത്തിയിട്ടുണ്ട്. അതുപോലെ പോലീസ് ഈ ഫേക്ക് കേസുകൾ നടത്തുന്ന, അല്ലെങ്കിൽ ഫേക്ക് അലിഗേഷൻസ് കൊണ്ടുവരുന്ന ഈ സ്ത്രീകൾക്കെതിരെ ഒരു നടപടിയും പോലീസ് സ്വീകരിക്കുന്നില്ല എന്നും ഈ ജഡ്ജി ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പല പോലീസുകാർക്കും പേടിയാണ്, അതായത് ഫേക്ക് അലിഗേഷൻസ് കൊണ്ട് ഒരു സ്ത്രീ വരുമ്പോൾ ആ സ്ത്രീകൾക്കെതിരെ നടപടി എടുക്കാനായിട്ട് പല പോലീസുകാർക്കും ഭയമാണ്. കാരണം അതിൻ്റെ റിപ്രക്കഷൻസ് ഭയാനകമായിരിക്കും എന്നുള്ള ചിന്തയാണ് അവരെ കൊണ്ട് അങ്ങനെ അവർക്കെതിരെ ഒന്നും ഒരു നടപടിയും എടുക്കാനായിട്ട് പ്രേരിപ്പിക്കാത്തത് എന്നും ഇദ്ദേഹം പറഞ്ഞു. അതിൽ ഇദ്ദേഹം പറയുന്നത്, അങ്ങനെ ശരിയായ രീതിയിൽ തന്നെ നിങ്ങൾ അന്വേഷിക്കുക, നിങ്ങൾ പരാതി നിങ്ങൾ നടപടികൾ എടുക്കുക, നിങ്ങളുടെ ഇൻട്രസ്റ്റ് കോടതികൾ സംരക്ഷിക്കും എന്നും കൂടി പോലീസുകാരോട് ഇദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പിന്നെ ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അതിൽ ഇദ്ദേഹം പറയുന്നത്, ഫേക്ക് അക്വിസിഷൻസ് ക്യാൻ irreparably damage an individual's integrity, social standing and reputation, which monetary compensation alone cannot rectify. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിക്ക് ഉണ്ടാവുന്ന മാനഹാനിക്ക്, അല്ലെങ്കിൽ അയാളുടെ റെപ്യൂട്ടേഷനോ അയാളുടെ ഇൻറ്റഗ്രിറ്റിക്കൊക്കെ ഉണ്ടാവുന്ന, അയാളുടെ ഡിഗ്നിറ്റിക്ക് ഉണ്ടാവുന്ന കോട്ടങ്ങൾ വെറും പൈസ കൊണ്ട് മാനേജ് ചെയ്യാൻ കഴിയില്ല എന്നുള്ള ഒബ്സർവേഷനാണ് ഇദ്ദേഹം നടത്തിയത്. ഇനി എനിക്ക് സ്ത്രീകളോട് പറയാനുള്ളത്, നിങ്ങൾ നിരന്തരമായി ഇതേപോലെ ഫേക്ക് അലിഗേഷൻസ് ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടാകാൻ പോകുന്നത് യഥാർത്ഥ നീതി കിട്ടേണ്ട സ്ത്രീകൾക്ക് നീതി ലഭിക്കാത്തൊരവസ്ഥ ഉണ്ടാവും. അതിൻ്റെ മെയിൻ കാരണം ഈ നിരന്തരമായി ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഓരോ അലിഗേഷൻ സ്ത്രീകൾ ഉന്നയിക്കുകയും പിന്നീട് അത് ഫേക്ക് അലിഗേഷനായിട്ട് തെളിയുകയും ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിൽ സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു അവസ്ഥ ഉണ്ടാവും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം ഫേക്ക് കേസുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആൾക്കാർക്ക് യൂസ്ഡ് ആവും. അപ്പോൾ പിന്നെ ഓരോ കേസുകൾ കൊണ്ടുവരുമ്പോൾ നിങ്ങൾക്ക് പബ്ലിക് സപ്പോർട്ട് കിട്ടില്ല, അത് ആൾക്കാർ മൈൻഡ് ചെയ്യില്ല, അല്ലെങ്കിൽ ജനങ്ങൾ സമൂഹം ഒന്നും മൈൻഡ് ചെയ്യില്ല. കാരണം സിസ്റ്റമാറ്റിക് ഡീസെൻസിറ്റൈസേഷൻ എന്ന് പറഞ്ഞൊരു
അവസ്ഥയിലേക്ക് അവർ എത്തിയിട്ടുണ്ടാകും. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുക, മടുത്തു. അതുകൊണ്ട് നിങ്ങൾക്ക് പബ്ലിക് സപ്പോർട്ട് കിട്ടാത്ത ഒരു അവസ്ഥ സ്ത്രീകൾക്ക് ഉണ്ടാവും. പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ടുള്ള കാര്യം, അനാവശ്യ കാര്യങ്ങൾ, സ്ത്രീ വിഷയങ്ങൾ നിങ്ങൾ ഇടപെടാതിരിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ യാത്ര ചെയ്യുമ്പോഴോ ഇല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് സ്ത്രീകൾ സഹായ ഹസ്തങ്ങൾ ചോദിക്കുകയാണെന്നുണ്ടെങ്കിലോ നിലവിളികൾ കേൾക്കുകയാണെങ്കിലോ നിങ്ങൾ നിങ്ങളുടെ കാതും കണ്ണും കൂട്ടി അടയ്ക്കുക. അത് സ്ത്രീകളെ സംരക്ഷിക്കാൻ പാടില്ല എന്നുള്ള എൻ്റെ ചിന്തയിൽ നിന്ന് പറയുന്നതല്ല. നമുക്ക് ഒരു പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നുള്ള ചിന്തയിൽ നിന്നാണ് അത് വരുന്നത്. കാരണം പുരുഷന്മാർക്കെതിരാണ് ലോകത്തിലെന്ന പോലെ ഇന്ത്യയിലെ നിയമങ്ങൾ. അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ഈ സമൂഹത്തിൽ നമുക്ക് ഡിഗ്നിറ്റിയോട് കൂടി ജീവിക്കാൻ കഴിയും. നമുക്കൊരു പരിചയമില്ലാത്ത സ്ത്രീകളെ സഹായിക്കാൻ പോകാതിരിക്കുകയാണ് ഏറ്റവും നല്ലത്. ഇല്ലാന്നുണ്ടെങ്കിൽ അത് വേറെ ഇഷ്യൂസിലേക്ക് പോകും. ഞാൻ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരിക്കൽ വൈറ്റ് ലൈനിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്യായിരുന്നു. അപ്പോൾ ജസ്റ്റ് വൈറ്റ് ലൈൻ സ്റ്റാൻഡ് മൊബൈലിറ്റി ഹബിൽ നിന്ന് ബസ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ തന്നെ ഒരു 18-19 വയസ്സ് കൊടുന്ന ഒരു സ്ത്രീ, പെൺകുട്ടി, അവള് ബസ്സിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡ്രൈവറിൻ്റെ തൊട്ടടുത്തുള്ള സീറ്റിലാണ് ഞാൻ ഇരുതിയിരുന്നത്. അപ്പോൾ ഈ സ്ത്രീ അവിടെ, ഈ പെണ്ണവിടെ നിൽക്കുകയാണ്, ഈ പെൺകുട്ടി അവിടെ നിൽക്കുകയാണ്. അപ്പം പെട്ടെന്ന് ബസ്, അത് ഹബ്ബിൽ നിന്ന് ബസ് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ആ കോട്ടയം ഭാഗത്തേക്കുള്ള റൂട്ടിലേക്ക്, മീൻസ് ആ ഒരു ടേണിങ്ങിലേക്ക് വണ്ടി തിരിഞ്ഞു ഹബ്ബിൽ നിന്ന്. അപ്പോൾ ഡ്രൈവർ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഈ പെൺകുട്ടിയുടെ തല ഗിയർ ബോക്സിലിടിച്ച് ഡ്രൈവറിൻ്റെ അടുത്തുള്ള ഒറ്റ സീറ്റിൽ ഇരുന്നിരുന്ന എൻ്റെ കാലിൻ്റെ താഴെ വന്ന് ഈ കുട്ടി വീണു. സത്യം പറഞ്ഞാൽ എനിക്കതിൽ ഭയങ്കര വിഷമം ഉണ്ടാവുക ഈ ആ കുട്ടിയെ രക്ഷിക്കണം എന്ന് എടുക്കണം എന്ന് എനിക്കുണ്ടായിരുന്നു. എൻ്റെ ബാക്കിൽ ഇരുന്ന 2 സീറ്റിൽ ഇരുന്നിരുന്നത് 2 പുരുഷന്മാരാണ്. അവരാരും ആ സ്ത്രീയെ തൊട്ട് പോലുമില്ല. എനിക്ക് ആ സ്ത്രീയെ മീൻസ് എടുത്തു പോക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു, എടുത്ത് ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ ഞാനും അത് ചെയ്തില്ല. അതിൻ്റെ കാരണം, ഇനി നാളെ ഒരു ഫേക്ക് അലിഗേഷൻ വരാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ എനിക്ക് കോടതിയിൽ നിന്ന് നീതി കിട്ടുമായിരിക്കും. പക്ഷേ അതിൻ്റെ പുറകെ പോകാനുള്ള നേരോ സമയമൊന്നും എൻ്റെ കയ്യിലില്ല. അതുകൊണ്ട് ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസാറ്റൈഡിൽ ഒന്നും ചെയ്യാതിരുന്നു. ആരും അവിടെ ആ ബസ്സിലുണ്ടായിരുന്ന ആരും മൈൻഡ് പോലും ചെയ്തില്ല. എന്നിട്ട് 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞപ്പോൾ ഈ കുട്ടി തന്നെ തലയും തിരുമ്മിക്കൊണ്ട് എഴുന്നേറ്റ് നിൽക്കുകയാണെന്നുണ്ടായത്. അപ്പോൾ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫേക്ക് അലിഗേഷനെ കുറിച്ചുള്ള ഭയം. ഇതുപോലെ തന്നെ അമേരിക്കയിൽ സംഭവിക്കുന്നുണ്ട്. അമേരിക്കയിലെ പല റെപ്യൂട്ടഡ് കമ്പനീസും സ്ത്രീകളെ ഈ ഫേക്ക് അലിഗേഷൻസ് ഭയന്ന് സ്ത്രീകളെ ജോലിക്ക് എടുക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ജോലിയിലുള്ള സ്ത്രീകളെ പല റീസൺസ് പറഞ്ഞ് അവരെ ഒഴിവാക്കി വിടുന്ന സാഹചര്യം ഈ ഫേക്ക് അലിഗേഷൻസിൻ്റെ പുറത്ത് ഇപ്പോൾ ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ അനാവശ്യമായിട്ട് നിങ്ങളുടെ റിവഞ്ച് തീർക്കാനായിട്ട് നിങ്ങളുടെ പ്രൊട്ടക്ഷൻ ലോസ് മിസ്യൂസ് ചെയ്യരുത്. മിസ്യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സഹായിക്കാൻ താല്പര്യമുള്ളവർ പോലും പിന്നീട് വരില്ല. അത് ഭയന്നിട്ടല്ല, പക്ഷേ അവർക്ക് സമൂഹത്തിൽ ജീവിക്കാനുള്ളതാണ്. കാരണം സ്ത്രീ വിഷയത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് അവനെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് സഹായിക്കാനായിട്ട് ആരും വരില്ല. സോ ഇത് സ്ത്രീകൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. അനാവശ്യമായ അലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് അത്യന്തികമായി ബാധിക്കുന്നത് സ്ത്രീ സമൂഹത്തെയാണ്. പുരുഷന്മാർക്കൊന്നും പോകാനില്ല, കാരണം ദേ ആർ ഫിസിക്കലി, മെൻ്റലി ആൻഡ് ഇമോഷണലി സ്ട്രോങ്. സോ അത്യന്തികമായി ബാധിക്കുന്നത് സ്ത്രീകളെയാണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. താങ്ക് യു.